ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത കായിരിക്കുന്നു. പഴുത്തത് കായിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. പൂവിട്ടത് അല്ലാത്തതൊക്കെ ഉണ്ട്. ഇത് പഴുത്ത കായ, പഴുത്തത്. മറ്റൊരു കായ പഴുത്തെടുക്കുന്ന കായ. ഇത് പൂവിട്ട്, ഇന്നലെ പൂവിട്ട്. ആ ഇതിൻ്റെ അല്ലേ? ഇതിൻ്റെ ആ മറ്റേ ഇതിൻ്റെ അല്ലേ? ചെറി പ്ലം, പ്ലമ്മിൻ്റെ കായ്കളാണ്. പ്ലമ്മിൻ്റെ കായ്കൾ. പിന്നെ വേറെന്താ ഉള്ളത്? നമ്മളെ ഇതൊക്കെ തീർന്നു വയ്ക്കില്ലേ? സവാറക്ക. ഇത് സവാറല്ലേ? റെഡ് ഹൈബ്രിഡാ? ആ, ബ്ലാക്ക് സുറിനാം. ഇതെന്താ? അത് വൈറ്റ് ഞാവൽ. വൈറ്റ് ഞാവൽ. ഇത് പേരക്കൻ്റെ പേരെന്തായിരുന്നു? ആട്ടുവീറ്റുവാ? നല്ല പേരക്ക അത്. അത് ഇത് തന്നെ ENR പേര. വേറെ കായുണ്ട്. ഇതിനോ ഇതാ ഒന്നതാ. ഇത് മൂത്തല്ല അല്ലേ? ആ, ജപ്പാൻ പേര. ഇതാ ജപ്പാൻ പേര. കമ്പ് വെട്ടിയാലേ ഇവ തേക്കൂലേ? പ്രൂണിങ് ഇങ്ങനെ ഇടയ്ക്കിടെ നടത്തി കൊടുക്കണം. നല്ല പേര, സൂപ്പർ. ഇത് മറ്റേ ഇതല്ലേ ഉമ്മർചാമ്പ? ഉമ്മർചാമ്പ. ഞാനൊരു 15 തയ്യോളപ്പം കൊടുത്തു ഓരോരുത്തർ. ഓർഡർ വന്നിട്ട് നല്ല തയ്യേ, ഒക്കെ നല്ല തയ്യേ. ഓ ഉമ്മർചാമ്പൊക്കെ ഞാൻ ബാലുശ്ശേരി സൈനുദ്ദീൻ്റെ അടുത്ത് ഞാനെല്ലായിടത്തും പോകാനുണ്ട്. നന്മണ്ട കൃഷി ഓഫീസറെ. അയാൾ നല്ല ചെറിയ മീഡിയം സൈസ് വലിപ്പമുണ്ട്. അതിന് 400 റുപ്യക്ക് വില. ഇത് തരുമോ? ഞാൻ പറഞ്ഞു ഞാൻ പ്ലാന്റർ ആണല്ലോ. 550. എന്നോടാണെങ്കിൽ പ്ലാന്റർ അല്ലേ, എനിക്ക് ഞാൻ എടുക്കാൻ പറ്റൂല. അങ്ങനെ പ്ലാന്റർക്ക് അങ്ങനെ ഗുണമുണ്ട്. എനിക്ക് മേച്ചാറാക്കാൻ വേണ്ടി വരുന്നേ ഉള്ളൂ. ഇത് അബിയുവിന്റെ മരം കണ്ടാ? അബിയു എങ്ങനെ ഇത് കൊലകളായിട്ടുള്ള യൂട്യൂബിൽ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 ഒരാൾ കൊണ്ടുപോയി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ. പരിപാടി കുറെ ഞാനങ്ങ് എടുക്കും. ഞാൻ എല്ലാ ഇതിലേക്കും അല്ല, ഞാൻ ആർക്ക് ചെടി കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ആദ്യം എഴുതിയതാ അബിയു. നമുക്ക് അവൈലബിൾ ആണല്ലോ ഇവിടെ. പിന്നെ ഈ സാധനത്തെ പിക്ചറില്ലേ അയാൾ അന്ന് കണ്ടു. അയാളിപ്പോ കായ കണ്ടിട്ടാ. അയാൾ അന്ന് കായ കണ്ടേ. അത് അബിയു ഒറ്റയുള്ള. അത് പിന്നെ മണ്ട കീറ്റാ തന്നെ 2 ഇത് വലിപ്പമുള്ളല്ലേ, കുറച്ചുകൂടി വ്യത്യാസമില്ലേ കൊലകളായിട്ട്. ഇത് യൂട്യൂബിലില്ല ഇതിന്റെ മോഡല്. സാധാരണ പറഞ്ഞു അത് ഇത് ഒരു അങ്ങനെ ഞാനിത് വാങ്ങിയ ആളെടുത്ത് പറഞ്ഞു അങ്ങനെ അത് ചിലത് അങ്ങനെ ആയി മാറുക എന്നാണ്. അത് ചിലത് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരും, അപൂർവമായിട്ട് വരുന്നത്. ഇങ്ങനെ കൊലകളായിട്ട് ഇങ്ങനെ കൊമ്പ് കുത്തിപ്പോയി ഒടിഞ്ഞു കണ്ടില്ല. അങ്ങനെ കൊമ്പ് ഒടിഞ്ഞു കായ അർത്തിക്കാണ് അതിനെ കുറെ കൊലകളായിട്ടില്ല. അത് പ്രത്യേകത. വെയിറ്റ് ഉണ്ടാവില്ല. എന്നിട്ട് അത് കെട്ടിക്കൊടുത്തു കണ്ടില്ലേ? ഇനി താങ്ങ് കെട്ടിക്കൊടുത്തതാ.
ഇതതിന് സ്പേസ് അത്ര വേണ്ടാന്ന് തോന്നുന്നു, പിന്നെ അത്ര വലുതാവില്ല, വട്ടടൂലേ നന്നായി. ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ ചെയ്ത് കൊമ്പ് കെട്ടി കൊടുത്താൽ കായിന്റെ കനം കൊണ്ട് ഇങ്ങനെ അബിയു മരം. പിന്നെ വേറെ എമ്പോട്ടിക്കാവും മരമുന്തിരി അന്ന് നിറയെ കായായിരുന്നു. ആ ഞാൻ ഇപ്പൊ പ്രൂണിങ് ചെയ്താ പ്രൂണിങ് ചെയ്തില്ലേ. ആ പിന്നെ നമ്മളെ വേറെന്തോ ഒരു സാധനം ഉണ്ടായി, തിരങ്കാന. തിരങ്കാന. ആ തിരങ്കാന ഇങ്ങനെ കൊലകളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ചെറിയ പഴയല്ല, അതെന്താ ലിച്ചിയാ? ലിച്ചല്ല, അത് പിന്നെ ഇതാണത്. അതിന്റെ പേര് ലോങ്ങൻ. ലോങ്ങൻ ലോങ്ങൻ. ലോങ്ങൻ. ആ ലോങ്ങൻ അങ്ങ് ചെറിയൊരു തൈ ഉണ്ട്. ലോങ്ങൻ ഇതാ 4 തരം ലോങ്ങൻ ഇവിടെ. ഇതറിയോ? ലോങ്ങനാണ്. അടുത്ത് കാതർ കൊണ്ടുപോകാം. ചെറിയ ചെറുത് 2500 വില ഉണ്ട്. ഫോർ സീസൺ ലോങ്ങൻ. ഇത് വൈറ്റ് ലോങ്ങൻ. വൈറ്റ് ലോങ്ങൻ വേണ്ട, ഇത് പൂവിട്ടീന്നു. ഇത് അങ്ങനെ വേണ്ട. അതിനൊക്കെ ഇത് റൂബി ലോങ്ങൻ. റൂബി ലോങ്ങൻ ഇത് റൂബി ലോങ്ങൻ. ഇതല്ല കേട്ടോ, ഇത് പിന്നെ ബുഷ് ഓറഞ്ച് അല്ലേ? ബുഷ് ഓറഞ്ച് അല്ല, ഇത് ഓറഞ്ച് തന്നെ. നാഗ്പൂർ ഓറഞ്ച്. നാഗ്പൂർ ഓറഞ്ച് ഒറിജിനൽ എന്ന് പറഞ്ഞാ തന്നത്. ഇത് അത് അബിയു. അത് വേറെ ടൈപ്പാ അല്ലേ, ചെറിയ ഇലാണ്. അത് ബിഗ്. അത് പിന്നെ അതാണ് പിന്നെ ജയന്റ് അബിയു. ഓരോ കൊമ്പിൽ ഓരോന്നേ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കുരു എത്ര ഉണ്ടാവും? 1 2 ഒക്കെ തന്നെ. ഇത് ഒരു കുരു ഉണ്ടാവില്ലേ? അത് ഇതെന്താ? അത് ഇതാണ് ലാൻസാറ്റ് ഡൂക്കോ. ലാൻസാറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 7 കൊല്ലാവുന്നാ പറയുന്നത്. അതൊക്കെ അല്പം വെട്ടിയാലുള്ള കൊമ്പ്. ഇത് 2 എണ്ണം വളരാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നമ്മളെ മിറാക്കിള്. ഇതാണ് ഏറ്റവും ഇതാണ് സാധനം. ഇതാണ് സ്വീറ്റ് ലൂബി. സ്വീറ്റ് ലൂബി. സ്വീറ്റ് ലൂബി അത് 10 ദിവസം കൊണ്ട് തന്ന ഇതിന് 2000 അങ്ങനത്തെ 2000 റുപ്യ. മാങ്ങുള്ള മാവേതാ? കാട്ടിമൂൺ. അത് നിറയെ കായുണ്ടായി. ഞാൻ വെട്ടിക്കാന്നല്ലോ. കൊമ്പൊക്കെ കോരിയല്ലേ ഇപ്പൊ. ഇതാണ് കാട്ടിമൂൺ മാങ്ങ. മാംഗോ കാട്ടിമൂൺ അല്ലേ? ഇത് എത്ര വർഷമായി? ഇത് രണ്ടാമത്തെ വർഷമാണ്. ഇതാ നോക്കിയേ, കാട്ടിമൂൺ മാവ്. നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഇത് കമ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പ്രൂൺ ചെയ്തുകൊണ്ട് മാങ്ങ ഒഴിവായതാ. ഇപ്പൊ ഒരു മാങ്ങ അവിടെ സാമ്പിളിന് വെച്ചതാ. സാമ്പിളിന് കണ്ടോ, കാട്ടിമൂൺ മാങ്ങ. നല്ല മാവല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? സീഡ് ഫ്രീ സീതപ്പഴം. വളം എന്താ കൊടുക്കുന്നത് നിങ്ങള്? സീഡ് ഫ്രീ സീതപ്പഴം. ഇത് പിന്നെ നമ്മളെ സപ്പോർട്ട് തന്നെ അല്ലേ? റൂബി ലോങ്ങൻ. പൂവിട്ട് റൂബി ലോങ്ങൻ. അതെന്താണ്? സ്വീറ്റ് ചൈനീസ് ഓറഞ്ച്. സ്വീറ്റ് ചൈനീസ് ഓറഞ്ച്. അത് കായ് ഉണ്ടായിട്ടില്ല. ഒരു പൂവോടെ ഒട്ടിയില്ല. സ്വീറ്റ് ആകുമോന്ന് പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ വയ്യ. ഇതിന്ന് ഒരു 16 എണ്ണപ്പം കൊണ്ടുപോയി. പിന്നെ അത് ചക്ക അല്ല, ഡ്രാഗന്റെ ആള് കൊണ്ടുപോയി. ഡ്രാഗന്റെ കോളുണ്ടാ ഞാൻ തരുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വരലുണ്ട്. ഇത് പിന്നെ നമ്മളെ ചേല മാങ്ങ അല്ലേ? ഏതാണിത്? വെട്ടിക്കാന്നിട്ട് കംപ്ലീറ്റ് നിങ്ങൾ തറച്ചാഞ്ഞ. എന്താ ഇതിന്റെ പേര്? റൊളീനിയ. നമ്മളെ ആത്തച്ചക്കന്റെ വർഗത്തിൽപ്പെട്ടെ.
പൂവിടുന്ന നിറയെ പൂവിട്ട് ഇതാ റൊളീനിയ നല്ല കായ ഉണ്ടാകും. വലിയ കായല്ലേ ഇതുണ്ടാകുക? ഇതാ പൂവിതാ. മധുരം കുറയും കേട്ടോ. മധുരം കുറയും, പക്ഷെ നല്ല പോഷകമുള്ള സാധനം. ഇത് നമ്മളെന്താ പറയല്? ഇതിന് മുന്തിരിപ്പേരല്ലേ? മുന്തിരിപ്പേര കണ്ടോ? ആ, എല്ലായിടത്തും ഒന്നായിട്ടാ മുന്തിരിപ്പേര. മുന്തിരിപ്പേര ആ, ഒരു നെല്ലിക്കയുടെ വലിപ്പം ഉണ്ടാവും മുന്തിരിപ്പേര. പക്ഷെ ഔഷധ ഗുണമുള്ള സാധനം. നിറയെ കായ ഉണ്ടാവും. ഇതാ കായ ഉണ്ടോ? നിറയെ കായ ഉണ്ട്. നന്നായിട്ട് കായ ഉണ്ട്. എല്ലാ കൊലയിലും കായ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലായ കട്ടിങ് മാറി. ആ, ഒരു കൊല്ലമായ ഡ്രാഗൺ ഫ്രൂട്ട് ഒറ്റ കൊല്ലം. റെഡ്, ഇത് റെഡ് അല്ലേ? റെഡ് കായ ഉണ്ടായിക്കൊണ്ടിരിക്കാതെ. ഇത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ്. ആ, ഇതാ രാത്രി വിരിയും. ഇത് വിരിഞ്ഞത് ഇന്നലെ വിരിഞ്ഞത്. ഇന്ന് വിരിയും. ഇതും വിരിഞ്ഞല്ലേ ഇന്നലെ? വിരിഞ്ഞാണ്. ആ, പക്ഷെ ഇന്നലെ മഴ ആയതുകൊണ്ട് ഇത് നമ്മളെ എമ്പൊടിക്കല്ലേ? അല്ല, ഇത് വേറെ ഒരു കായ് ബെറിന്റെ കൂട്ടത്തിൽ പെട്ടല്ലേ? ആ, ആ, ഇതിന്റെ പേര് റിയോ ഗ്രാൻമോ. ചോന്നിട്ട് കക്ക് ചെയ്യല്ലേ ഇത് ഫ്രൂട്ട്? ആ, ഞാൻ ചാവി വേണ്ടോ നോക്കണം. എൻ്റെ കീസേ കാണുന്നു വണ്ടി. ഞാൻ ചാവി അടച്ചല്ലോ. ചാവി ഞാൻ കുത്തി ഇരുന്നിട്ടുണ്ടാവും ചിലപ്പോൾ. എവിടെ വെച്ചു വണ്ടിൻ്റെ ചാവി എടുത്തിക്കാണ് വണ്ടി വണ്ടിന്നല്ല. ആടിനെ കൈ വെച്ചിട്ടുണ്ടോ? പിന്നെ വണ്ടിൻ്റെ ചാവി ഇവിടെ വായിച്ചു. എവിടെയാണ് ആണെന്നാകും. പോയിട്ടില്ല. ആ കൈ പിടിച്ച് നട്ടം കിട്ടി നേരെ ഇവിടെ വെച്ചത്.